Assalamu alaikum. Welcome back to my YouTube channel. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ പാരീസിലോട്ട് പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ്. പാരീസും ലൂർ മ്യൂസിയവും ഒക്കെ വിസിറ്റ് ചെയ്ത കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത്. സോ ഞങ്ങളിത് പാരീസിൽ പോയത് 2022 സോ ആ ടൈമിൽ എനിക്ക് യൂട്യൂബ് കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സോ ആ ടൈമിൽ ഞാൻ എടുത്ത് കുറച്ച് വീഡിയോസ് എൻ്റെ ഫോണിൽ കിടന്നു. സോ ഞാൻ കരുതി എല്ലാം കൂടെ വീഡിയോസും കൂടെ ചേർത്ത് വെച്ച് ഒരു ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന്. സോ ഞങ്ങൾ 2022 പാരീസിൽ പോയിട്ടുണ്ടായിരുന്നത്. പാരീസിൽ ഞങ്ങൾ അവിടെ ഒരു 2-3 ഡേയ്സൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈഫിൽ ടവർ കണ്ടു, ലൂർ മ്യൂസിയം വിസിറ്റ് ചെയ്തു, ദെൻ അതുപോലെ തന്നെ ബോട്ടിങ്ങിനൊക്കെ പോയിരുന്നു. സോ അതിൻ്റെ കുറച്ച് ക്ലിപ്പിങ്സൊക്കെ ചേർത്തിട്ടുള്ളൊരു വീഡിയോസാണ്. ഒരു സ്പ്രിംഗ് സീസൺ ടൈമിലായിരുന്നു ഞങ്ങൾ അവിടെ പോയിരുന്നത്. ഈഫിൽ ടവറിൻ്റെ പുറത്ത് തന്നെ എന്ന് വെച്ചാൽ ഔട്ട്സൈഡിലായിട്ടൊക്കെ തന്നെ ഒരു പാർക്കൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് റൈഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അതിലൊക്കെ കുട്ടികൾക്ക് കയറി എൻജോയ് ചെയ്തു. ഞങ്ങൾ അവിടെ അതിൻ്റെ അകത്തും ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തു, പുറത്തും ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തു. സോ ഞാൻ പറഞ്ഞല്ലോ, ആ ടൈമിൽ എനിക്ക് യൂട്യൂബ് കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വീഡിയോസ് എടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്ത് ഫോട്ടോസ് എടുക്കാനായിരുന്നു. പക്ഷേ കുറച്ച് ക്ലിപ്പിങ്സൊക്കെ ഞാൻ എടുത്തിരുന്നു, ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയും കുറച്ച് മെമ്മറീസിന് വേണ്ടി കീപ്പ് ചെയ്യാൻ വേണ്ടി. സോ ഇതൊക്കെ എൻ്റെ ഫോണിലുണ്ടായിരുന്നു. അവർ അവരുടേതായ രീതിയിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഒരു പാർക്കൊക്കെ ഉണ്ടായിരുന്നു. സോ അവിടെ അവർ ഓടിച്ചാടി കളിച്ച് റൈഡിലൊക്കെ കയറി നല്ല രീതിയിൽ കളിക്കുന്നുണ്ടായിരുന്നു. പുറത്തുനിന്നായാലും അകത്തുനിന്നായാലും ഈഫിൽ ടവർ കാണാനായിട്ട് വളരെ ബ്യൂട്ടിഫുള്ളായിരുന്നു. നമുക്ക് അതൊരു കാഴ്ച തന്നെയായിരുന്നു. നമ്മൾ അതിനകത്തു നിന്നായാലും ഫോട്ടോസൊക്കെ എടുക്കാനായിട്ടെല്ലാം ഭയങ്കര ക്രൗഡും തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ അത് നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആയിരുന്നു. അത് അത്ര സെക്യൂരിറ്റിയാണ് അവിടെ. നമുക്ക് കയറാനായിട്ടായാലും പാസ് കാര്യങ്ങൾ എപ്പോഴും പോലീസ് കാര്യങ്ങളൊക്കെ അവിടെ കിടന്ന് കറങ്ങുന്നുണ്ടാകും. പാരീസ് ഈഫിൽ ടവർ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ലൂർ മ്യൂസിയത്തിലോട്ടായിരുന്നു. ലൂർ മ്യൂസിയം എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടു. ആ ഒരു ഈഫിൽ ടവറിനേക്കാളും ഒരുപാട് ഹിസ്റ്റോറിക്കൽ പരമായിട്ട് ഒരുപാട് ലൂർ മ്യൂസിയത്തിലുണ്ടായിരുന്നു. നല്ല കാഴ്ചകളായിരുന്നു. അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാനും ഫോട്ടോ ഷൂട്ടിങ്ങൊക്കെ അവിടെ വന്നായിരുന്നു ഞങ്ങൾ ഒരുപാട് ചെയ്തത്. ആ ഒരു ലൂർ മ്യൂസിയം എന്ന് പറയുന്നത് പല ഫിലിം ലൊക്കേഷനിലൊക്കെ ഷൂട്ടിങ്ങിലൊക്കെ ഒരുപാട് സോങ്സിലൊക്കെ ഇപ്പോൾ ലൂർ മ്യൂസിയത്തിനെ പറ്റി ഒരുപാടുണ്ട്. സോ അതുപോലെ തന്നെ വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയൊരു പ്ലേസ് തന്നെയായിരുന്നു. ഞങ്ങൾ പോയപ്പോൾ തന്നെ ഒരുപാട് വെഡ്ഡിങ് കപ്പിൾസൊക്കെ അവിടെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു. പിരമിഡാണ്
ആ ഒരു ലൂർ മ്യൂസിയത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഗ്ലാസ് ആയിരുന്നു. അത് ഫുൾ ഗ്ലാസ് പിരമിഡ് ആയിരുന്നു. 3D സെറ്റിങ്സ് അങ്ങനെയൊക്കെ ആയിരുന്നു. അവിടെ നിന്ന് എന്തൊക്കെയോ ഡാൻസ് കളിക്കുന്ന കുറച്ച് വീഡിയോ ക്ലിപ്പിങ്സ് ഒക്കെ ആയിരുന്നു. അങ്ങനെ ഈഫൽ ടവർ, ലൂർ മ്യൂസിയം കഴിഞ്ഞ ശേഷം ഞങ്ങൾ പോയതൊരു ബോട്ടിങ്ങിലായിരുന്നു. Actuellement, il faut suivre le courant de la Seine. Actuellement, on suit le courant de la Seine et si on continue à naviguer, on arriverait à... Voilà, c'est pour être sympa, croisière sur la Seine. C'est pas notre projet pour aujourd'hui, malheureusement, mais si on suit le courant de la Seine, à droite vous avez la rive droite et à gauche vous avez la rive gauche. En vrai, c'est pas si évident que ça, parce que quand on regarde la Seine, on peut pas vraiment... On a du mal un peu à comprendre le courant, il faut juste le savoir qu'elle va vers l'ouest. Quand c'est bien plein, je vous recommande d'y aller quand c'est un peu plus calme quand même. Pas pendant les vacances, pas le... Alors c'est bizarre, mais pas le lundi ni le mercredi. C'est quand même le mardi. Donc il y a beaucoup de monde le lundi et le mercredi. Le jeudi et le vendredi, ce sont les beaux jours. Et là, il faut savoir que le Louvre est banni comme un musée, comme le musée d'Orsay. Il est devenu musée en 1793, pendant la Révolution. Le Louvre, avant, c'était le château, la résidence des rois de France. Et bien avant, il y a 800 ans, lorsque Notre-Dame était en train d'être construite, le Louvre, on était à l'extérieur de la ville de Paris, le Louvre c'était une forteresse. Quand je parle de forteresse, c'est meurtrière, douve, donjon, la totale. Forteresse médiévale qui était à l'extérieur de la ville de Paris et qui était censée protéger Paris. അവിടെ നിന്നപ്പോൾ കുറച്ച് ഫോട്ടോസ്, 2-3 ഫോട്ടോസ് മാത്രമേ ഞാൻ ആഡ് ആക്കിയിട്ടുള്ളൂ. Thanks for watching my video. Please like, share and subscribe my channel. Thank you.